അങ്ങനെ നമ്മുടെ ചിന്നാടൻ്റെ പുതിയ വണ്ടി വന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ അക്കുച്ചേട്ടന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹവും സ്വപ്നമൊക്കെ ആണല്ലോ വണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ വാഹനത്തെ ആസ്വദിക്കണമേ. യാത്ര ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും ഈ വാഹനത്തെയും യാത്ര ചെയ്യുന്നവരെയും കാത്തു പരിപാലിക്കണമേ. ഒരേ നേർവഴിക്ക് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇന്നലെ ആട്ടോ നമ്മുടെ വണ്ടി കിട്ടിയത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പള്ളിയിലെ കുർബാനയ്ക്കൊക്കെ ശേഷം ആക്കുച്ചേട്ടനൊക്കെ കൊണ്ടുവന്ന് അത് അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചു കേട്ടോ. പിന്നെ അറിയാലോ, വെഞ്ചരിപ്പിനൊക്കെ ശേഷം നമ്മൾ കാത്തിരുന്നത് ഈ ഒരു ചേസ് ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനൊരു ചേസ് വണ്ടി ഇങ്ങനെ ബോഡി കെട്ടുന്നതിന് മുമ്പ് ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ എക്സ്പീരിയൻസ് എന്താണെന്ന് വേറിട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിക്കും നമുക്ക് വണ്ടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ടല്ലോ ആദ്യമായിട്ട് ഓടിക്കുന്ന ടൂറിസ്റ്റ് ബസ് നമ്മുടെ ചിന്നാടൻ്റെ തന്നെയാണ്, അക്കുച്ചേട്ടൻ്റെ. അപ്പം അത് ടാറ്റയുടെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ടൂറിസ്റ്റ് ബസ് അനുഭവം. അതുപോലെ തന്നെ ചാസിയുടെ അനുഭവം ആദ്യമായിട്ട് അക്കുച്ചേട്ടൻ്റെ പുതിയ വണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഇതൊരു വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നേ, രസമായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ബോഡി ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ, ബോഡിയൊക്കെ ചെയ്തു വരുന്ന പുതിയ വേർഷൻ ചിന്നാടനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടിയുടെ ഒരു ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ചേട്ടാ ഹായ്. ഇന്ന് തന്നെ കൊണ്ടുപോകണം കേട്ടോ വണ്ടിയുടെ ബോഡി പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഉടനെ തന്നെ വണ്ടി കൊണ്ടുപോകാൻ പോവാണ്. കുറച്ചുകൂടെ ഒക്കെ ഓടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ബോഡിയൊക്കെ കിട്ടി എത്തുമ്പോൾ നമുക്കിഷ്ടംപോലെ ഓടിക്കാമല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇനി 2 മാസം കഴിഞ്ഞ് നമ്മുടെ പുതിയ വണ്ടി ചിന്നാടൻ്റെ വണ്ടി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാമല്ലേ. എന്നിട്ട് അത് ഓടിക്കുന്ന എക്സ്പീരിയൻസ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ചെയ്തിടുന്നതായിരിക്കുമേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.